നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി ഒരു വാഹനമാണ്. ഇപ്പൊ ഈ വാഹനം 2011 രജിസ്ട്രേഷൻ വരുന്നൊരു വാഹനമാണ്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം ഒരു 60-65% ടയർ ഭാഗങ്ങളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. സൈഡും ഒക്കെ നല്ല ഇതിലാണ് വരുന്നത്. പിന്നെ മേലോട്ട് താഴോട്ട് 4 സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഓപ്ഷൻ ആണ്, ഇതിലുള്ളതും ഇല്ലാത്തൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെ ലെഗ് സ്പേസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇവിടെ ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ E200 CGI 2010-11 രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി പെട്രോൾ വാഹനമാണ്. 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് ലഭിക്കുന്ന ഒരു വാഹനമാണ്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. W212 എന്ന് പറഞ്ഞുള്ള ഒരു സെഗ്മെന്റ് ആണ്. 2009 മുതൽ 2013 ലാസ്റ്റ് വരെ ഇറങ്ങിയ ഒരു ഫേസ് ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കംപ്ലൈന്റും വളരെ കുറഞ്ഞൊരു വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് വളരെ മെയിൻ്റനൻസ് കുറവാണെന്ന് പറയാം. അങ്ങനെ ഓടിച്ച് നടന്നാലേ മാത്രം മതി. ടയർ, ബ്രേക്ക് പാഡ്, ഓയിൽ സർവീസ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ നടന്നാൽ തന്നെ വേറെ ഒരു കംപ്ലൈൻസും അങ്ങനെ വരാത്തൊരു മോഡലും കൂടിയാണ് ഈ 200 എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ റാസി കാർസ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ റാസി കാർസിൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് അടുത്ത വീഡിയോസൊക്കെ നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇപ്പോൾ 2009 മുതൽ 13 വരെ ഇറങ്ങിയൊരു വാഹനമാണിത്. ഇപ്പോൾ ഈ വാഹനം 2010-11 രജിസ്ട്രേഷൻ വരുന്നൊരു വാഹനമാണ്. നമ്മൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബമ്പർ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ റീപെയിൻ്റ് ഒക്കെ കാണാം, പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിൻ്റാണ് വണ്ടിയിലുള്ളത്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു 4 ഹെഡ്ലൈറ്റ്, 4 കണ്ണ് എന്നൊക്കെ പറയാം, അത് നല്ലൊരു ഡിസൈനിലാണ് മെഴ്സിഡീസ് കൊണ്ടുവന്നത്. ഇത് ഒരുപാട് സെയിൽ ചെയ്തൊരു മോഡലാണ് W212. അതുപോലെ തന്നെ നല്ല മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞൊരു വാഹനം കൂടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ്, യാത്ര ചെയ്യാനും ഓടിക്കാനും ഒക്കെ. ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും. ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 10-12 വരെ നമുക്ക് ഇത് മൈലേജും നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളത്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം ഒരു 60-65% ടയർ ഭാഗങ്ങളുണ്ട്. പിന്നെ വേറെ സ്ക്രാച്ച്, ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പുള്ളി സ്ക്രാച്ച് ചിലപ്പോൾ ഉണ്ടാവാം. അത് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനാലിറ്റി കളയണ്ടെന്ന് വെച്ചിട്ട് റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ കാണാനും പറ്റും. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പുറകുവശമൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ E200 ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇവിടെ മെഴ്സിഡീസിൻ്റെ എംബ്ലം ഉണ്ട്. ഒരു CGI എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ എംബ്ലം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒറിജിനൽ ടൈൽ ലാമ്പാണത്. ഇവിടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്, കേട്ടോ. ഒറിജിനൽ ടൈൽ ലാമ്പാണെന്ന് അതിന് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെയും ഇതിൽ രണ്ടിലുണ്ട്. ഇതിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ ചെറിയ പീസ്. ഇതിൽ രണ്ടും ഒറിജിനലാണ്.
അപ്പോൾ അത്രയും യൂസേജും ഉള്ളൂ എന്നാണ്. നമുക്ക് റീപ്ലേസ് ആകുമ്പോൾ എന്തായാലും ഒറിജിനൽ വാങ്ങുകയാണെങ്കിൽ വലിയ കോസ്റ്റ്ലി ആണ്, പക്ഷേ പുറത്തുനിന്ന് വാങ്ങിയാൽ അത്ര കോസ്റ്റ്ലി അല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഒറിജിനാലിറ്റിയാണ് ഓൾമോസ്റ്റ് എല്ലാം. നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്, സൈഡും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മിറർ ഫോൾഡിംഗ് ആണ് വരുന്നത്, അതുപോലെ മിററിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ. പിന്നെ നമുക്കിവിടെ ഒരു ബ്ലൂ എഫിഷ്യൻസി, അതായത് 2009 ശേഷം വന്നതാണ് ബ്ലൂ എഫിഷ്യൻസി, CGI എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഈ പൊല്യൂഷൻ എമിഷൻ്റെ ഇതൊക്കെ പുതിയതായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിലവിൽ വന്നപ്പോൾ അതിനനുസരിച്ച് ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ഇറക്കിയതാണ് കമ്പനി. ഇന്റീരിയർ നമ്മൾ പരിശോധിക്കാൻ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇന്റീരിയർ ബീച്ച് ആൻഡ് ക്രീം കളറാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ 70,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് നോക്കിയാൽ മാത്രം തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിയറിങ് പിന്നെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഫെയ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളതിനെ വിലയിരുത്താൻ പറ്റുക. ഓൾമോസ്റ്റ് കേട്ടോ ഒരു 90% അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ കോവിഡിനൊക്കെ ശേഷം ഈ ആൾക്കാർ സാനിറ്റൈസേഷൻ ഉപയോഗിച്ചതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന ഭാഗത്തൊക്കെ ഒരു കളർ ചേഞ്ചസ് ഒക്കെ 2018 ശേഷമൊക്കെ ഉള്ള വണ്ടികൾക്ക്, അങ്ങനെ 2018 അല്ല 2018, 19, 20 വന്നത്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം കൂടി കണ്ടുവരുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് നല്ല ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാത്തിലും കോമൺ ആയിട്ട് പറയുന്നതാണ്, പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിന് ഈ ഭാഗങ്ങൾ പരിശോധിക്കാൻ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഈ ലിവറിൽ ക്രൂയിസ് കൺട്രോളാണത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഡിം ആൻഡ് ബ്രൈറ്റും പിന്നെ വൈപ്പറിൻ്റെ കൺട്രോള് കാര്യങ്ങൾ ഇൻഡിക്കേറ്ററൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ഇതിലാണ് വരുന്നത്. പിന്നെ മേലോട്ട് താഴോട്ട് 4 പോയിൻറ്റും വർക്കിംഗ് ആണ്. എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത്. ഇവിടെ വെൻ്റ് കാര്യങ്ങൾ, സ്റ്റീരിയോ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എസിൻ്റെ കൺട്രോളുകൾ ഇവിടെ വരുന്നത്, ട്രാൻസ്മിഷൻ ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു എലഗൻസ് എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജിങ്ങും കമ്പനി കൊടുത്തിട്ടുണ്ട്. എലഗൻസ് മോഡലാണ്. ഇതിൽ അവൻഗാർഡ് വളരെ റയറായിട്ടാണ് വരുന്നത്, 200 വരുന്നില്ല, അതുകൊണ്ട് എലഗൻസ് നിന്ന്. പിന്നെ ട്രാൻസ്മിഷൻ ഇവിടെ സ്പോർട്സ് മോഡ്, എക്കോ മോഡ് ഇതൊക്കെ കൊണ്ടുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ മാറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാഷിൻ്റെ ഇവിടെ താഴെ ചെറിയൊരു ബോക്സ്, നമുക്ക് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഒക്കെ. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ഓപ്ഷനാണ്, അതിലുള്ളതും ഇല്ലാത്തൊക്കെ വരുന്നുണ്ട്. ഒക്കെ നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത്. ഒറ്റ പ്രസ്സിൽ തന്നെ സൺറൂഫ് ഓപ്പൺ ആണ്, നല്ല വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോൾ ബാക്കിൽ കർട്ടൺ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തു. ബാക്കിൽ കർട്ടൺ വർക്കിംഗ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഇലക്ട്രോണിക്സിലും എല്ലാ ഭാഗങ്ങളും ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ട് നമുക്കിതിലില്ല. എല്ലാ ഈ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെ ലെഗ് സ്പേസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇവിടെ കർട്ടൺ കൊടുത്തിട്ടുണ്ട് കമ്പനി, അത് 2 വിൻഡോയിലും ഉണ്ട്. ഇവിടുത്തെ നമുക്ക് മാനുവലായി പൊക്കണം, ബാക്കിലത്തെ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ ഈ ക്ലാസ്സിൽ മാത്രമാണ് ഇത് വരുന്നത്. നമുക്ക് കൺട്രോളിങ് ഒക്കെ AC-യുടെ ടെമ്പറേച്ചർ കൺട്രോളും ഫാൻ കൺട്രോളും സ്പീഡ് കൂട്ടുന്നു കുറക്കുന്നു ഒക്കെ അവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും നമുക്ക് കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷ്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതാണ് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിലാണുള്ളത്. പ്രത്യേകം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം നോക്കി നല്ല വെൽ മെയിൻറ്റെയിൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽസ് പറയാം. അത് 2010-11 രജിസ്ട്രേഷനിൽ വരുന്ന E200 പെട്രോള്, ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് വരുന്ന മോഡലാണ്. പിന്നെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആകെ. അത് ഇൻറ്റീരിയറൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ NOC പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 6,95,000 രൂപയ്ക്ക് നമുക്ക് 2011 രജിസ്ട്രേഷൻ വരുന്ന E200 പെട്രോള്, ഒരു 4 സിലിണ്ടറാണ്, അത്യാവശ്യം ഒരു 12 വരെ മൈലേജും കിട്ടുന്ന ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് ഏകദേശം ഇവിടെ രജിസ്ട്രേഷൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.25 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതിവിടെ രജിസ്റ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അടുത്ത വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രചോദനമാവുകയും ചെയ്യും നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ ഇത്രയാണ് അപ്പോൾ മൊത്തത്തിൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞത്. നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ കാലിക്കറ്റ് എയർപോർട്ട് കഴിഞ്ഞിട്ട് ഒരു 14 കിലോമീറ്റർ കഴിഞ്ഞ് അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ നിലമ്പൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് മഞ്ചേരി കഴിഞ്ഞിട്ട് തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക, വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചിട്ട് വേണം വരാൻ, വണ്ടി അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ നമ്മൾ ഓൾ കേരള സർവീസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെടുത്തിട്ട് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഒരു ആശങ്കയുള്ള പല ആൾക്കാരുണ്ട്. ഏതൊക്കെയാണ് മെയിൻ്റെനൻസ് വരിക. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ അതിനൊരു ടീം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ വന്നിട്ട് വീട്ടിലൊന്ന് ചെയ്യാൻ പറ്റുന്ന സർവീസുകളാണ് വീട്ടിൽ വന്നിട്ട് അതിന് ഓൾമോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ തന്നെ ഉള്ളൂ. ഉള്ള എല്ലാ ടൂൾസും ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇനി കസ്റ്റമർക്ക് വേണ്ട. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാതെ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് മെയിൻ്റെനൻസ് ഫ്രീ അല്ല, അതിന് വരുന്ന ചെറിയ കോസ്റ്റിൽ തന്നെ നമ്മൾ അതെല്ലാം കൂടി ചെയ്തു തരും. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനമാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരിക. അപ്പോൾ നമ്മളിതൊരു ഓഫർ പ്രൈസാണ്. ഈ വിലക്കൊന്നും നിങ്ങൾക്ക് എവിടെയും ഇത്തരം ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കിട്ടില്ല എന്ന് 100% നമുക്ക് ഗ്യാരണ്ടി തരാനും പറ്റും. പിന്നെ എഞ്ചിന് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ഇല്ലാന്നും പിന്നെ ഫ്ലഡൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ വീഡിയോ കണ്ടിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും നമ്മളുള്ള വണ്ടികൾ എടുക്കുന്നതല്ല. എഞ്ചിന് ട്രാൻസ്മിഷന് ഫ്ലഡൊക്കെ ഉള്ള വണ്ടികൾ നമ്മൾ എടുക്കാനേ പോകുന്നില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ വിൽക്കുന്നത്, ചെറിയ ലാഭം എടുത്തിട്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയും വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.